ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇംഗ്ലീഷ് ഗൈഡ് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഫ്രീ ആയി സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ടോ? എന്നാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ബാക്കി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ വ്യക്തമായി പറഞ്ഞു തരാം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ നൈബറിനോട് ആവശ്യപ്പെടുകയാണ് ശബ്ദം ഉണ്ടാക്കരുത് എന്ന്. അതുമായി റിലേറ്റ് ചെയ്ത് ആ നൈബറും നമ്മളും തമ്മിലുള്ള ഒരു സംഭാഷണം, അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഒരു കോൺവെർസേഷൻ മെത്തേഡിലാണ്. അതായത് നമ്മളും നമ്മുടെ നൈബറും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ, അതായത് ശബ്ദം ഉണ്ടാക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സംഭാഷണം. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ നൈബർ ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളോട് സംസാരിക്കട്ടെ, മേ ഐ ടോക്ക് ടു യു, ഞാൻ നിങ്ങളോട് സംസാരിക്കട്ടെ. അതിനൊരു റിപ്ലൈ. അപ്പൊ നമ്മൾ അവരോട് ചോദിക്കുകയാണ്, നൈബറോട് ചോദിക്കുകയാണ്, എന്തുണ്ട് വിശേഷം, വാട്ട്സ് ഗോയിങ് ഓൺ, എന്തുണ്ട് വിശേഷം. നെക്സ്റ്റ് നൈബർ ചോദിക്കുകയാണ്, ഡിഡ് യു ഹാവ് എ പാർട്ടി ലാസ്റ്റ് സൺഡേ, കഴിഞ്ഞ സൺഡേ നിങ്ങൾക്ക് ഒരു പാർട്ടി ഉണ്ടായിരുന്നോ, ഡിഡ് യു ഹാവ് എ പാർട്ടി ലാസ്റ്റ് സൺഡേ. അപ്പൊ നമ്മൾ ഒരു റിപ്ലൈ കൊടുക്കുകയാണ്, യെസ് ഐ ഹാഡ് എ ലിറ്റിൽ പാർട്ടി, അതെ എനിക്ക് ഒരു ചെറിയ പാർട്ടി ഉണ്ടായിരുന്നു. ഐ ഹാഡ് എ ലിറ്റിൽ പാർട്ടി. ദെൻ നൈബർ, ഇറ്റ് വാസ് ടു ലൗഡ്, അത് വളരെ ഉച്ചത്തിലായിരുന്നു. അപ്പൊ നമ്മുടെ റിപ്ലൈ, ഐ ഡിഡ്ന്റ് റിയലൈസ് ഇറ്റ് വാസ് മേക്കിംഗ് ടു നോയ്സ്, അത് ഒരുപാട് ശബ്ദം ഉണ്ടാക്കിയിരുന്നത് എനിക്ക് മനസ്സിലായില്ല, ഐ ഡിഡ്ന്റ് റിയലൈസ് ഇറ്റ് വാസ് മേക്കിംഗ് ടു നോയ്സ്. ഇപ്പൊ നൈബർ നമ്മളോട് പറയാണ്, എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല, ഐ കുഡിന്റ് സ്ലീപ്, എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അപ്പൊ നമ്മൾ അവരോട് പറയാണ്, ഐ റിയലി അപ്പോളജൈസ് ഫോർ ഓൾ ദാറ്റ്, എല്ലാത്തിനും ഞാൻ ശരിക്കും ക്ഷമ ചോദിക്കുന്നു. ഐ റിയലി അപ്പോളജൈസ് ഫോർ ഓൾ ദാറ്റ്. The neighbor, it is all right, but next time you could try to keep sound down. അത് കുഴപ്പമില്ല, പക്ഷെ അടുത്ത തവണ നിങ്ങൾ സൗണ്ട് കുറയ്ക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾ റൈറ്റ് ബട്ട് നെക്സ്റ്റ് ടൈം യു കുഡ് ട്രൈ ടു കീപ് സൗണ്ട് ഡൗൺ. അപ്പോൾ നമ്മൾ പറയാണ്, ഐ വിൽ ട്രൈ ടു മീൻസ് ഞാൻ ശ്രമിക്കും. അപ്പൊ നൈബർ എന്താ പറയുന്നത്, താങ്ക് യു മീൻസ് നന്ദി. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രാവൽ റിലേറ്റഡ് കോൺവെർസേഷൻ, അതായത് യാത്ര മധ്യേ നമ്മൾക്കിടയിൽ ഉണ്ടാവുന്ന ഒരു കോൺവെർസേഷൻ. അതായത് നമ്മൾ പലരും യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്, നമുക്ക് പലപ്പോഴും യാത്ര ചെയ്യേണ്ടി വരാറുമുണ്ട്. അപ്പൊ ആ സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ മറ്റുള്ളവരോട് പല ചോദ്യങ്ങളും നമുക്ക് ചോദിക്കേണ്ടി വരുന്നു, പല കാര്യങ്ങളും ചോദിച്ചറിയേണ്ടി വരികയൊക്കെ ചെയ്യാറുണ്ട് അല്ലെ. അപ്പോ നമുക്ക് അങ്ങനെയുള്ള കുറച്ച് സെന്റൻസുകളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, എങ്ങനെ ചോദിക്കാം എന്നുള്ളത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദയവായി ഈ പ്രദേശത്തെ ഏതെങ്കിലും നല്ല റെസ്റ്റോറന്റ് പറഞ്ഞു തരുമോ? ക്യാൻ യു പ്ലീസ് ടെൽ മീ എനി ഗുഡ് റെസ്റ്റോറൻറ്റ്സ് ഇൻ ദി ഏരിയ? ദയവായി ഈ പ്രദേശത്തെ ഏതെങ്കിലും നല്ല റെസ്റ്റോറന്റ് പറഞ്ഞു തരുമോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും അടുത്തുള്ള ATM എവിടെയാണ്? എക്സ്ക്യൂസ് മീ, വേർ ഈസ് ദ നിയറസ്റ്റ് ATM? ഏറ്റവും അടുത്തുള്ള ATM എവിടെയാണ്? അടുത്ത ക്വസ്റ്റ്യൻ, എനിക്കൊരു സൈക്കിൾ വാടകയ്ക്ക് എടുക്കാമോ? Could I rent a bicycle? എനിക്കൊരു സൈക്കിൾ വാടകയ്ക്ക് എടുക്കാമോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ സൗജന്യ വൈഫൈ ലഭ്യമാണോ? Is there free Wi-Fi available here?
അവൈലബിൾ ഹിയർ? ഇവിടെ സൗജന്യ വൈഫൈ ലഭ്യമാണോ? അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടെ പ്രവേശന ഫീ ഉണ്ടോ? ഈസ് ദർ ആൻ എൻട്രൻസ് ഫീ? ഈസ് ദർ ആൻ എൻട്രൻസ് ഫീ? ഇവിടെ പ്രവേശന ഫീ ഉണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ, ദയവായി ഞങ്ങളുടെ ഫോട്ടോ എടുക്കുമോ? കുഡ് യു ടേക്ക് എ ഫോട്ടോ ഓഫ് us പ്ലീസ്? കുഡ് യു ടേക്ക് എ ഫോട്ടോ ഓഫ് us പ്ലീസ്? ദയവായി ഞങ്ങളുടെ ഫോട്ടോ എടുക്കുമോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് സമയത്താണ് ചെക്ക് ഇൻ അല്ലെങ്കിൽ ചെക്ക് ഔട്ട് ചെയ്യുന്നത്? വാട്ട് ടൈം ഈസ് ചെക്ക് ഇൻ ഓർ ചെക്ക് ഔട്ട്? വാട്ട് ടൈം ഈസ് ചെക്ക് ഇൻ ഓർ ചെക്ക് ഔട്ട്? ഏത് സമയത്താണ് ചെക്ക് ഇൻ അല്ലെങ്കിൽ ചെക്ക് ഔട്ട് ചെയ്യുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടെ നിന്നും എയർപോർട്ടിലേക്ക് പോകാനുള്ള ഏറ്റവും നല്ല വഴി ഏതാണ്? വാട്ട്സ് ദ ബെസ്റ്റ് വേ ടു ഗെറ്റ് ടു ദ എയർപോർട്ട്? വാട്ട്സ് ദ ബെസ്റ്റ് വേ ടു ഗെറ്റ് ടു ദ എയർപോർട്ട്? ഇവിടെ നിന്നും എയർപോർട്ടിലേക്ക് പോകാനുള്ള ഏറ്റവും നല്ല വഴി ഏതാണ്? ഞാൻ മണിക്കൂറുകളായി വണ്ടി ഓടിക്കുകയാണ്. ഞാൻ മണിക്കൂറുകളായി വണ്ടി ഓടിക്കുകയാണ്. ഐ ഹാവ് ബീൻ ഡ്രൈവിംഗ് ഫോർ അവേഴ്സ്. ഐ ഹാവ് ബീൻ ഡ്രൈവിംഗ് ഫോർ അവേഴ്സ്. അടുത്തത്, ഞാൻ കുറെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കുറെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ പറയാ? ഐ ഹാവ് ടോക്ക് മെനി സ്റ്റുഡൻസ്. ഐ ഹാവ് ടോക്ക് മെനി സ്റ്റുഡൻസ്. നെക്സ്റ്റ് വൺ, ഞാൻ നിന്നോട് പല തവണ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിന്നോട് പല തവണ പറഞ്ഞിട്ടുണ്ട്. ഐ ഹാവ് ടോൾഡ് യു മെനി ടൈംസ്. ഐ ഹാവ് ടോൾഡ് യു മെനി ടൈംസ്. ഞാൻ നിന്നോട് പല തവണ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, ആ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നിനക്ക് എന്നോട് ചോദിക്കാമായിരുന്നു. ആ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നിനക്ക് എന്നോട് ചോദിക്കാമായിരുന്നു. യു കുഡ് ഹാവ് ആസ്ക്ഡ് മീ ബിഫോർ ടേക്കിംഗ് ദ ഡിസിഷൻ. യു കുഡ് ഹാവ് ആസ്ക്ഡ് മീ ബിഫോർ ടേക്കിംഗ് ദ ഡിസിഷൻ. ഓർക്കാൻ കഴിഞ്ഞു. എനിക്ക് നിന്നെ ഓർക്കാൻ കഴിഞ്ഞു. ഇതെങ്ങനെയാ നമ്മൾ പറയാ? ഐ കുഡ് റിമെമ്പർ യു. ഐ കുഡ് റിമെമ്പർ യു. അടുത്തത്, 2 ദിവസമായിട്ട് മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. 2 ദിവസമായിട്ട് മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഫോർ പാസ്റ്റ് 2 days. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഫോർ പാസ്റ്റ് 2 days. അടുത്ത സെന്റൻസ്, ഞാൻ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൾ ഉറങ്ങുകയായിരുന്നു. ഞാൻ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൾ ഉറങ്ങുകയായിരുന്നു. വൈൽ ഐ വാസ് കുക്കിംഗ് ഷീ വാസ് സ്ലീപ്പിംഗ്. വൈൽ ഐ വാസ് കുക്കിംഗ് ഷീ വാസ് സ്ലീപ്പിംഗ്. അടുത്തത്, ഫോൺ റിംഗ് ചെയ്തപ്പോൾ ഞാൻ വായിക്കുകയായിരുന്നു. ഫോൺ റിംഗ് ചെയ്തപ്പോൾ ഞാൻ വായിക്കുകയായിരുന്നു. ഐ വാസ് റീഡിംഗ് വെൻ ദ ഫോൺ റാങ്. ഐ വാസ് റീഡിംഗ് വെൻ ദ ഫോൺ റാങ്. എന്നെയൊന്ന് ജംഗ്ഷനിൽ വിടുമോ? എന്നെയൊന്ന് ജംഗ്ഷനിൽ വിടുമോ? വിൽ യു ഡ്രോപ്പ് മീ അറ്റ് ദി ജംഗ്ഷൻ? വിൽ യു ഡ്രോപ്പ് മീ അറ്റ് ദി ജംഗ്ഷൻ? നെക്സ്റ്റ് വൺ, എപ്പോഴാണ് നിനക്ക് വേണ്ടത്? എപ്പോഴാണ് നിനക്ക് വേണ്ടത്? വെൻ ഡു യു നീഡ് ഇറ്റ്? വെൻ ഡു യു നീഡ് ഇറ്റ്? എപ്പോഴാണ് നിനക്ക് വേണ്ടത്? നെക്സ്റ്റ് വൺ, എനിക്ക് വിശക്കുന്നു പക്ഷെ കഴിക്കാൻ ഒന്നുമില്ല. എനിക്ക് വിശക്കുന്നു പക്ഷെ കഴിക്കാൻ ഒന്നുമില്ല. ഇതെങ്ങനെ നമ്മൾ പറയാ? ഐ എം ഹംഗ്രി ബട്ട് there is nothing to eat. I am hungry but there is nothing to eat. Next one, ഈ പാത്രം വന്ന് കഴുകൂ. ഈ പാത്രം വന്ന് കഴുകൂ. ഇതെങ്ങനെ പറയാ? Come and do the dishes. Come and do the dishes. ഈ പാത്രം വന്നു കഴുകൂ. Come and do the dishes. എന്നെ ഇതിലേക്ക് വലിച്ചിഴക്കരുത്. എന്നെ ഇതിലേക്ക് വലിച്ചിഴക്കരുത്. Don't drag me into this. Don't drag me into this. എന്നെ ഇതിലേക്ക് വലിച്ചിഴക്കരുത്. Don't drag me into this. അങ്ങോട്ട് പോകുമോ? അങ്ങോട്ട് പോകുമോ? Will you go there? Will you go there? അങ്ങോട്ട് പോകുമോ? ഇനിയിപ്പോ നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലേ, എല്ലാത്തിനും കാരണം നീയാണ്. പറയാറില്ലേ, എല്ലാത്തിനും കാരണം നീയാണ്. അതെങ്ങനെയാ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? യു ആർ ദ റീസൺ ഫോർ എവറിത്തിങ്. യു ആർ ദ റീസൺ ഫോർ എവറിത്തിങ്. നെക്സ്റ്റ് വൺ, നമ്മൾ ചോദിക്കാണ്, നീ ആരാണ്? നീ ആരാണ്? ഇതെങ്ങനെയാ നമ്മൾ ചോദിക്കുക? ഹു ആർ യു? ഹു ആർ യു? നീ ആരാണ്? ഇനി അവൾ ആരാണ്? അതെങ്ങനെയാ ചോദിക്കുക? അവൾ ആരാണ്? ഹു ഈസ് ഷീ? ഹു ഈസ് ഷീ? അവൾ ആരാണ്? അടുത്തത്, എന്താണ് നിന്നെ അലട്ടുന്നത്? എന്താണ് നിന്നെ അലട്ടുന്നത്? വാട്ട് ഈസ് ബോദറിംഗ് യു? വാട്ട് ഈസ് ബോദറിംഗ് യു? എന്താണ് നിന്നെ അലട്ടുന്നത്? ഇനിയിപ്പോ നമ്മൾ പറയാറുണ്ടല്ലേ, ഞാൻ അവനോട് സംസാരിക്കുകയായിരുന്നു. ഞാൻ അവനോട് സംസാരിക്കുകയായിരുന്നു. ഐ വാസ് ടോക്കിംഗ് ടു ഹിം. ഐ വാസ് ടോക്കിംഗ് ടു ഹിം. ഞാൻ അവനോട് സംസാരിക്കുകയായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. അതെങ്ങനെയാ പറയാ? ടു ബി ഹോണസ്റ്റ്. ടു ബി ഹോണസ്റ്റ് ഐ ആം ഹാപ്പി. ടു ബി ഹോണസ്റ്റ് ഐ ആം ഹാപ്പി. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. നിന്റെ ഇഷ്ടം പോലെ. നിന്റെ ഇഷ്ടം പോലെ. ഇതെങ്ങനെയാ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? ആസ് യു ലൈക്ക്. ആസ് യു
ലൈക്ക്, നിന്റെ ഇഷ്ടം പോലെ. അടുത്തത്, അവൾ എന്നോട് എല്ലാം പറഞ്ഞു. അവൾ എന്നോട് എല്ലാം പറഞ്ഞു. ഷീ ടോൾഡ് മീ എവരിതിങ്. ഷീ ടോൾഡ് മീ എവരിതിങ്. അവൾ എന്നോട് എല്ലാം പറഞ്ഞു. ഇനി നമ്മൾ പറയില്ലേ, നീ അത് എന്നോട് പറയണമായിരുന്നു. നീ അത് എന്നോട് പറയണമായിരുന്നു. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? യു ഷുഡ് ഹാവ് ടോൾഡ് മീ ദാറ്റ്. യു ഷുഡ് ഹാവ് ടോൾഡ് മീ ദാറ്റ്. നീ അത് എന്നോട് പറയണമായിരുന്നു. ഇപ്പോ നമ്മൾ പറയാറില്ലേ, ഒന്നും പറയരുത്, ഒന്നും പറയരുത്. ഇതെങ്ങനെയാ പറയാ? ഡോണ്ട് സേ എനിത്തിങ്. ഡോണ്ട് സേ എനിത്തിങ്. ഒന്നും പറയരുത്. അടുത്ത സെന്റൻസ് നോക്കാം. ഭക്ഷണം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഭക്ഷണം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഇതെങ്ങനെയാ പറയാ? ഈസ് ഗെറ്റിംഗ് റെഡി. ദ ഫുഡ് ഈസ് ഗെറ്റിംഗ് റെഡി. ഭക്ഷണം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ് വൺ, പറ്റുമെങ്കിൽ അവളെ വിളിക്ക്. പറ്റുമെങ്കിൽ അവളെ വിളിക്ക്. ഇഫ് പോസിബിൾ കോൾ ഹർ. ഇഫ് പോസിബിൾ കോൾ ഹർ. ദെൻ നെക്സ്റ്റ് വൺ, ഞങ്ങൾ ക്രിസ്തുമസിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഞങ്ങൾ ക്രിസ്തുമസിന് വേണ്ടി കാത്തിരിക്കുകയാണ്. വി ആർ വെയിറ്റിംഗ് ഫോർ ക്രിസ്മസ്. വി ആർ വെയിറ്റിംഗ് ഫോർ ക്രിസ്മസ്. അടുത്തത്, അവൻ അത് ചെയ്തില്ലെങ്കിലോ. അവൻ അത് ചെയ്തില്ലെങ്കിലോ. ഇതെങ്ങനെ പറയാം? വാട്ട് ഇഫ് ഹി ഡസൻ ഡു ദാറ്റ്. വാട്ട് ഇഫ് ഹി ഡസൻ ഡു ദാറ്റ്. ഇനി അവൾ നിന്നോട് പറഞ്ഞില്ലെങ്കിലോ. അവൾ നിന്നോട് പറഞ്ഞില്ലെങ്കിലോ. വാട്ട് ഇഫ് ഷീ ഡസൻ ടെൽ യു. വാട്ട് ഇഫ് ഷീ ഡസൻ ടെൽ യു. അടുത്ത്, ചായക്ക് വേണ്ടത്ര ചൂടില്ല. ചായക്ക് വേണ്ടത്ര ചൂടില്ല. ഇതെങ്ങനെ പറയാം? ദ ടീ ഈസിന്റ് ഹോട്ട് ഇനഫ്. ദ ടീ ഈസിന്റ് ഹോട്ട് ഇനഫ്. ചായക്ക് വേണ്ടത്ര ചൂടില്ല. ഇനി അതുപോലെ തന്നെ നമുക്ക് ചായക്ക് വേണ്ടത്ര മധുരമില്ല. ചായക്ക് വേണ്ടത്ര മധുരമില്ല. അതെങ്ങനെയാ പറയാം? ദ ടീ ഈസിന്റ് സ്വീറ്റ് ഇനഫ്. ദ ടീ ഈസിന്റ് സ്വീറ്റ് ഇനഫ്. ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരിക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെയായി സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കൂലല്ലോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും നാളെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.